ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ शान्ति शान्ति शान्तिः. ഓം ശ്രീ സായിരാം. ബാക്കി പറയുന്ന ആളല്ലാതെ ബാക്കി എല്ലാവരും വീഡിയോസും ഓഡിയോസും ഓഫാക്കി മ്യൂട്ടാക്കി ഇടണേ പ്ലീസ്. സായിരാം. തുടങ്ങിക്കോളൂ. ജയ് സായിരാം. എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ സായിരാം. ഞാൻ ഇപ്പൊ വായിക്കാൻ പോണത് 21/4/67 ഒന്നാമത്തെ ശ്രീ സത്യസായി സേവ ഓർഗനൈസേഷന്റെ കോൺഫറൻസിന് ഭഗവാൻ ചെയ്തൊരു പ്രസംഗത്തിന്റെ ഒരു പ്രസക്ത ഭാഗം മാത്രമാണ്. സേവനം എന്നത് സാധാരണ പ്രചാരത്തിലിരിക്കുന്ന ഒരു വാക്കായി തീർന്നിട്ടുണ്ട്. പക്ഷെ ആ വാക്ക് ഉപയോഗിക്കുന്നവരുടെ കപടനാട്യം അതിന്റെ മൂല്യത്തെ വളരെ കുറയ്ക്കുന്നു. ശരിക്കും പറഞ്ഞാൽ വേദനയുടെയും കഷ്ടപ്പാടിന്റെയും ദുഃഖത്തിന്റെയും രോഗത്തിന്റെയും ദൃശ്യമാത്രയിൽ അവ അനുഭവിക്കുന്നവരുടെ അത്ര തന്നെ യാതനയോടെ പീഡ സ്വയം അനുഭവിക്കുന്നവർക്ക് മാത്രമേ സേവനം നൽകാനുള്ള അവകാശമുള്ളൂ. അവർ മറ്റുള്ളവരെ സേവിക്കുകയല്ല, അവരുടെ സ്വന്തം യാതന കഴിയുന്നത്ര വേഗത്തിലും ബുദ്ധിയോടെയും മാറ്റുവാൻ സേവിക്കുന്നു. അതായത് അവർ അവരെ തന്നെ സേവിക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള സേവനം മറ്റൊരു ജീവിയിലുള്ള ദുഃഖം കാണുമ്പോൾ തന്നിൽ സംഭരിതമാകുന്ന ദുഃഖം ശമിപ്പിക്കാൻ ആവശ്യമായ ഔഷധമാകുന്നു. നിങ്ങളെ തന്നെ നിങ്ങൾ സേവിക്കുകയാണെന്നും നിങ്ങളിലെ അഹംഭാവത്തെ നിങ്ങൾ നിയന്ത്രിക്കുകയാണെന്നും കരുതുക. അല്ലാത്ത പക്ഷം സേവനം നിങ്ങളുടെ സ്വാഭിമാനം വളർത്തുകയും ഒരു അധീശത്വ ബോധം വികസിപ്പിക്കുകയും ചെയ്യുന്നു. അവ രണ്ടും ആത്മീയമായിട്ട് ദ്രോഹകരമാണ്. ഭക്ഷണം വിശപ്പാകുന്ന രോഗത്തിനുള്ള ഔഷധമാണ്. പാനീയം ദാഹമാകുന്ന രോഗത്തിനുള്ള മരുന്നാണ്. ഭവരോഗ ജനന മരണ ചക്രത്തിന് ഭഗവാൻ ഔഷധമാകുന്നു. കാമമാകുന്ന രോഗത്തിന് ജ്ഞാനം ഒറ്റമൂലികയാകുന്നു. സാധകരുടെ തൊഴിൽ സംബന്ധമായ രോഗങ്ങളായ സന്ദേഹത്തിനും നൈരാശ്യത്തിനും ആശങ്കയ്ക്കും ഏറ്റവും ഫലപ്രദമായ പ്രതിവിധി പരോപകാരം ചെയ്യലാകുന്നു. അശാന്തിയാകുന്ന കടുത്ത പകർച്ചവ്യാധിക്ക് ചികിത്സാവിധി ഭജനയാകുന്നു. ഈ പ്രതിവിധികൾ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി സജ്ജനമാക്കാനാണ് സംഘടനകൾ സ്വയം സമർപ്പിക്കപ്പെടേണ്ടത്. ഒരു ആത്മീയ സംഘടന യഥാർത്ഥത്തിൽ നിയമങ്ങൾക്കും ക്രമീകരണങ്ങൾക്കും അതീതമാണ്. ആത്മമണ്ഡലം ക്രമീകരണങ്ങളുടെ പരിമിതികൾക്കും അപ്പുറത്താണ്. ഈ അർത്ഥത്തിൽ നിയമങ്ങൾ സത്യസായി സംഘടനകളിൽ അർത്ഥശൂന്യമോ ഉപരിപ്ലവമോ ആണ്. പക്ഷേ ഈ തരത്തിലുള്ള മറ്റു സംഘടനകളെ കൈകാര്യം ചെയ്യുന്ന ഈ രാജ്യത്തിലെ നിയമത്തെ തൃപ്തിപ്പെടുത്തുവാൻ ചില നിയമങ്ങൾ പ്രസ്തുത സായി സംഘടനയ്ക്കും ഉണ്ടാകേണ്ടതുണ്ട്. ഉദാഹരണമായി, ഈ സംഘടനയിൽ ആർക്കെല്ലാം അംഗങ്ങളാകാം? അവരുടെ യോഗ്യതകൾ എന്ത്? ഒന്ന്, തീർച്ചയായും അവർ ആത്മീയ പുരോഗതിക്ക് ഇച്ഛിക്കുന്നവരായിരിക്കണം. രണ്ട്, സംഘടനയുടെ പേരിലും അതിന്റെ രീതിക്കും മഹിമയ്ക്കും യോജിച്ച വിധം ആ പേര് പ്രചരിപ്പിക്കുന്നതിലും അവർ പൂർണ്ണ വിശ്വാസമുള്ളവരായിരിക്കണം. കൂടാതെ ഒരു നല്ല വ്യക്തി എന്ന അംഗീകാരം അംഗം നേടിയിരിക്കണം. ഇതെല്ലാമാണ് അംഗത്വത്തിന് ആവശ്യമായ യോഗ്യത. മറ്റൊന്നും പരിഗണിക്കേണ്ടതില്ല. പണമോ ഭൂമിയോ പാണ്ഡിത്യമോ സ്വാധീനമോ അധികാരമോ ഒരു ഔദ്യോഗിക സ്ഥാനമാനങ്ങൾ ഒന്നിനും ആവശ്യമില്ല. ഈ പ്രസ്താവിക്കപ്പെട്ട 3 യോഗ്യതകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, എൻ്റെ പേരിലുള്ള ഒരു സംഘടനയിലും നിങ്ങൾക്ക് സ്ഥാനമില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ അവർ സ്വീകരിക്കപ്പെടുന്ന സ്ഥാനമായി തൻ്റെ ഹൃദയം ഭാവ ചൂണ്ടിക്കാട്ടുന്നു സ്ഥാനമുണ്ടാകും. അംഗങ്ങളുടെ സാധനയ്ക്ക് ആഴം കൂട്ടുവാനും അവരുടെ സദ്ഗുണങ്ങൾ പരിപോഷിപ്പിക്കുവാനും അവരുടെ അഹംഭാവം ഈ മാരക വിഷം തുടച്ചു മാറ്റിയ പ്രവർത്തകരുമായുള്ള സമ്പർക്കത്താൽ കീഴടക്കുവാനും അനുഗുണമായ സ്ഥലങ്ങളായി അംഗങ്ങൾക്ക് കാണുവാൻ കഴിയും വിധം സംഘടനകൾ മാറണം. ഇത് നേടുവാൻ കഴിഞ്ഞാൽ വിജയം സുനിശ്ചിതമാണ്.
രണ്ടാമതായി, എന്താണ് അംഗങ്ങളുടെയും ഭാരവാഹികളുടെയും കടമകൾ? നിങ്ങളൊരു പദവി ഏറ്റെടുക്കുകയോ ഉത്തരവാദിത്തപ്പെട്ട ചുമതലയിൽ പ്രവേശിക്കുകയോ ചെയ്യുമ്പോൾ ദൃഢപ്രതിജ്ഞ എടുക്കുവാൻ രാജ്യം നിങ്ങളോട് ആവശ്യപ്പെടുന്നു എന്ന് നിങ്ങൾക്കറിയാം. പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുന്നതിന് മുമ്പ് അപ്രകാരം ഹൃദയത്തിൽ അഗാധതയിൽ നിന്ന് ഓരോ അംഗവും ഭാരവാഹിയും പ്രതിജ്ഞ എടുക്കണം. സ്വാമി, അങ്ങ് നിശ്ചയിച്ച 3 യോഗ്യതകളെ ദോഷകരമായി ബാധിക്കാത്ത വിധം ഞാൻ ചെയ്തതോ ചെയ്യാത്തതോ ആയ കർമ്മത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. എന്റെ സ്വന്തം ഉന്നതിക്ക് വേണ്ടി ആത്മസമർപ്പണത്തോടെ പ്രവർത്തിക്കുവാൻ ആവശ്യമായ നിപുണതയും ബുദ്ധിശക്തിയും ഉത്സാഹവും നൽകി എന്നെ അനുഗ്രഹിച്ചാലും ശരിയായ മാർഗത്തിലൂടെ എന്നെ നയിക്കുക. ഈ സംരംഭത്തിൽ ഒരു സൽപ്പേര് സമ്പാദിപ്പിക്കത്തവണ്ണം അങ്ങയുടെ കൃപ എന്നിൽ വർഷിച്ചാലും പ്രലോഭനത്തിൽ നിന്നും തെറ്റായ നടപടിയിൽ നിന്നും എന്നെ കാത്തുകൊണ്ടാലും. സായിറാം. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വായിച്ചത്. ഇനി എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരനുഭവമാണ്. എൻ്റെ അനുഭവം, ഞാൻ സംഘടനയിൽ ഞാൻ ഭഗവാനുമായിട്ട് വന്നത്, ആദ്യമായി കണ്ടത്, ഞാൻ ഭഗവാനെ വളരെയധികം വിമർശിച്ചിരുന്ന ഒരാളായിരുന്നു. വളരെ മോശമായി വിമർശിച്ച ഒരാളായിരുന്നു. പക്ഷെ എൻ്റെ എന്തോ മുജ്ജന്മ സുഹൃതം കൊണ്ടായിരിക്കാം എനിക്ക് ഭഗവാന്റെ അടുത്തെത്താനുള്ള ഒരവസരം ഉണ്ടായി. ആ അവസരം അതും ഒരു അത്ഭുതം തന്നെയാണ്. അതിനെപ്പറ്റി ഞാൻ ഇപ്പൊ അത് എല്ലാം കൂടിയും പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ അടുത്ത പ്രാവശ്യം പറയാം. എങ്ങനെ ഞാൻ വന്നു എന്നും എങ്ങനെ അന്ന് എന്നെ ഭഗവാൻ ഗ്രഹിച്ചു എന്നും ഉള്ള കാര്യം ഞാൻ പിന്നെ പറയാം. അങ്ങനെ ഞാൻ 1972 സെപ്റ്റംബർ മാസത്തില് ഭഗവാനെ കണ്ടു. ആ സന്ദർശനത്തിൽ തന്നെ വളരെ എതിരായിരുന്ന ഞാൻ ഭഗവാന്റെ ഭഗവാനെ ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ട് ഭഗവാൻ ഈശ്വരനാണെന്നൊക്കെ എനിക്ക് ആ ഒരൊറ്റ പ്രാവശ്യത്തെ പോക്കിൽ നിന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ സംഘടനാ പ്രവർത്തനത്തിലേക്ക് പ്രവേശിച്ചു. അന്ന് ഡോക്ടർ പി ബി മേനോൻ, ഭീഷ്മാചാര്യനായ സംഘടനയുടെ പി ബി മേനോൻ ആയിരുന്നു. അദ്ദേഹം കോഴിക്കോട്ടുകാരനാണ്. എന്നെ വളരെ പരിചയമുള്ള ആളാണ്. എൻ്റെ കുടുംബവുമായിട്ട് നല്ല ബന്ധമുണ്ട്. അങ്ങനെ ഞാൻ മടങ്ങി വന്നതിന് ശേഷം അദ്ദേഹം എന്നോട് സംഘടന ഭജനയ്ക്കും ബാക്കി കാര്യങ്ങൾക്കൊക്കെ വരാൻ പറഞ്ഞു. ഞാൻ കൃത്യമായിട്ട് പോകാൻ തുടങ്ങി. എനിക്കുണ്ടായിരുന്ന ചില മോശം ദുശ്ശീലങ്ങളും കാര്യങ്ങളും ഒക്കെ അതിനുശേഷം ഞാൻ മാറ്റി ഭഗവാനെ മാത്രം എൻ്റെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഞാൻ വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അനുഷ്ഠിക്കണം എന്ന ഉറപ്പ് ഉള്ളിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തുടങ്ങി. നിങ്ങൾക്കറിയാം, ഞാൻ ഇപ്പോ 52ാമത്തെ കൊല്ലാണ്. സത്യസായി സംഘടനയിൽ ഒരുപാട് പദവികൾ എനിക്ക് ഏറ്റെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ 4 ഡിസ്ട്രിക്റ്റുകളുടെ കോർഡിനേറ്റർ ആയിരുന്നു. അത് കഴിഞ്ഞ് കോഴിക്കോട് ഡിസ്ട്രിക്റ്റ് അതിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു, ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. കേരളത്തിന്റെ സത്യസായി ഓർഗനൈസേഷന്റെ സർവീസിന്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആയിരുന്നു. പല എല്ലാ കോൺഫറൻസുകളും ഒക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഏകദേശം 72-ലും മേലെ സെക്യൂരിറ്റി പ്രവർത്തനം തുടർച്ചയായിട്ട് ഒന്നുപോലും ഒരു ഇന്ററപ്ഷൻ വരാതെ ചെയ്തിട്ടുണ്ട്. അത് ഭഗവാന്റെ അങ്ങേയറ്റത്തെ കൃപ കൊണ്ടാണ് എനിക്ക് ചെയ്യാൻ സാധിച്ചത്. ഒരു ബാങ്കിന്റെ ഒരു വലിയ പദവി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും അങ്ങനെ എനിക്ക് ചെയ്യാൻ സാധിച്ചു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. അങ്ങനെയൊക്കെ ചെയ്തെങ്കിലും എനിക്ക് ഞാൻ ആദ്യം പോയി സെപ്റ്റംബർ മാസത്തിൽ കണ്ടു പറഞ്ഞത് 72-ല്. അത് കഴിഞ്ഞ് കുറച്ച് വരുമ്പോഴേക്കും എനിക്ക് മാരകമായ സൂക്കേട് പിടിക്കുകയാണ്. അത് സൊറിയാസിസ് എന്ന് പറയും. സൊറിയാസിസ് സാധാരണ കാണുന്ന മാതിരി അല്ല, ഏറ്റവും ക്രോണിക് ആയത്. ഒരുപാട് ഡോക്ടർമാരൊക്കെ നോക്കി, എൻ്റെ ദേഹത്ത് മുഴുവൻ അത് വരാൻ തുടങ്ങി. എനിക്ക് സഹിക്കാൻ വയ്യാത്ത രീതിയിലായി. സഞ്ചാരം എന്നൊക്കെ പറയും മലയാളത്തില്. ഒരു സ്വൈരമില്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ അന്ന് ഞാൻ വക്കീലായിരുന്നു. അത് ചിലപ്പോ ഒന്ന് കുറച്ച് താഴും, പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അധികമാവും, വളരെ അധികമാവും. ഒരുപാട് ദേഹത്തു നിന്നൊക്കെ പൊളിഞ്ഞു പോവും. അപ്പൊ പ്രോട്ടീനാണ് പോവുക. അതോടുകൂടി ക്ഷീണിക്കും, ഒന്നും ചെയ്യാൻ വയ്യാത്ത, ഉന്മേഷം ഉണ്ടാവില്ല. അങ്ങനെ എനിക്ക് ഗൗണും കോട്ടൊന്നും ഇടാൻ പാടില്ല പറഞ്ഞു. വക്കീൽ പണി വേണ്ടെന്ന് വെക്കേണ്ടി വന്നു. ഒരു ജോലിയും ഇല്ലാതെ എനിക്ക് കുറച്ചു കാലം ഇരിക്കേണ്ടി വന്നു. അപ്പൊ 72-ല് ഞാൻ ആദ്യം ഭഗവാന്റെ അടുത്ത് പോകുന്നതിന് മുമ്പേ ആണ് അതിന്റെ മുമ്പത്തെ മാസമാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത്. അപ്പോ മുജ്ജന്മത്തിൽ എൻ്റെ സുഹൃതം കൊണ്ടായിരിക്കാം ആ
ആ ഭാര്യ കൂടെ വന്ന ശേഷമാണ് എനിക്ക് ഭഗവാനെ കാണാൻ സാധിച്ചത്. ഞങ്ങൾ രണ്ടാളും കൂടി പോയിട്ടാണ് കണ്ടത്. അപ്പൊ അങ്ങനെ അത്ര അടുത്താണ് ഈ സൂക്കട് വന്നതെന്ന് അർത്ഥം. സാധാരണ രീതിയിൽ ഇങ്ങനെ ഒരു സൂക്കട് ചീഞ്ഞളിഞ്ഞ് നാറി ആകെ മഹാവൃത്തികേടായി ചലവും ചോരയൊക്കെ വന്ന് എല്ലാ സ്ഥലത്തും മുറിഞ്ഞ മാതിരി വിണ്ട് കീറിയിട്ടുള്ള, കാണുമ്പോ തന്നെ വളരെ വിഷമം വരുന്ന ഒരു സൂക്കട്. അതിന്റെ കൂടെ സൊറിയാസിസ്, ആർത്തറൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് ഒരു വാദം, മേലൊക്കെ വേദനിച്ചുകൊണ്ട് അതിങ്ങനെ ചില സമയങ്ങളിൽ വളരെ അധികവും കുറയും. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഒരു കോൺട്രാക്ട് ബേസിസിലാണ് ബാങ്കിൽ ജോലി കിട്ടുന്നത്. ജീവിക്കാൻ വേറെ വഴിയൊന്നുമില്ല. ഒരു ദാരിദ്ര്യമൊക്കെ ഞാൻ നല്ലോണം അനുഭവിച്ചു. അങ്ങനെ ആ ജോലിയിൽ നിന്ന് മെല്ലെ മെല്ലെ കയറുമ്പോഴും പോവാതിരിക്കാൻ ഓർത്തില്ലല്ലോ ജോലിക്ക്. പലപ്പോഴും ഒരുപാട് ലീവൊക്കെ എടുത്തുകൊണ്ട് പോയി എന്തിനു പറയണു, അധിക സമയമില്ലല്ലോ ഇത് പറയാനൊന്നും. എനിക്ക് എൻ്റെ കുട്ടികളെ ഒന്നും ശരിക്കും നോക്കാൻ സാധിച്ചില്ല. കുട്ടികളൊക്കെ ഉണ്ടായി, അത് നോക്കാൻ പറ്റിയില്ല. പക്ഷെ ഭഗവാന്റെ കോളേജിലാണ് എൻ്റെ മൂത്ത മകനെ ചേർത്തിയത്. അപ്പൊ എല്ലാം ഭഗവാനാണ് നോക്കിയത്. എൻ്റെ ഒരു പാരന്റിങ്ങും ആ കുട്ടിക്ക് ഉണ്ടായി എന്ന് പറയാൻ വയ്യ. പക്ഷെ വളരെ നല്ല രീതിയിൽ ഭഗവാൻ ആ കുട്ടിയെ എത്തിച്ചു. രണ്ടാമത്തെ മകന് ചോറ് കൊടുത്തതും പേരിട്ടതും ഒക്കെ ഭഗവാൻ തന്നെയാണ്. അവരൊക്കെ ഇപ്പൊ നല്ല രീതിയിൽ ഇരിക്കണം. അപ്പോ അങ്ങനെ ജീവിതം മടുത്ത് പലപ്പോഴും ആത്മഹത്യക്ക് ശ്രമിച്ച ഒരാളാണ് ഞാൻ. കാരണം എനിക്കും യാതൊരു കാര്യമില്ല ഇവിടെ ജീവിച്ചിട്ട്. എന്നെ കൊണ്ട് മറ്റുള്ളവർക്കും എല്ലാവർക്കും ബുദ്ധിമുട്ട്. അത്രയും ബീഭത്സമായിട്ടുള്ള ഒരു സൂക്കട്. ആകെ തൊലി തീരെ ഇല്ലാത്ത, ഒരു വിധത്തിലുള്ള തെർമോസ്റ്റാറ്റ് എഫക്റ്റും ഇല്ലാത്തതായിട്ടുള്ള ഒരു തൊലിയായിട്ട് മാറി, ഒന്നുമില്ലാതെയായി. അങ്ങനെ ഇത് അധികമായി. അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ഓണക്കാലം, ആ ഓണക്കാലം ഏകദേശം 1990-കളിലാണ്. ആ 90-കളിൽ വളരെ അധികമായി ജീവിതം വെറുത്തുകൊണ്ട് ഞാൻ ഓണത്തിന് വൈറ്റ് ഫീൽഡിൽ വെച്ചിട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഇനി കുറച്ചു ദിവസം ഭഗവാന്റെ അടുത്ത് പോയിരിക്കുക, ഭഗവാനെ കണ്ടിട്ട് പറയുക എന്താ ഞാൻ ചെയ്യേണ്ടത് ഭഗവാനെ എന്ന് പറയുക. അന്നൊക്കെ സൂക്കട് മാറാനാണല്ലോ പ്രാർത്ഥനയൊക്കെ. അങ്ങനെ ഞാൻ പോയി നേരെ ഓണം കഴിഞ്ഞപ്പോൾ നേരെ പോയി ഭഗവാൻ ഉടനെ മടങ്ങി വരും എന്ന് വിചാരിച്ചിട്ട് പുട്ടപ്പരത്തിലേക്ക് ഞാൻ പോയി. അവിടെ ആരുമില്ല, ഭഗവാൻ വന്നില്ല. പക്ഷെ അവരെനിക്കൊരു മുറി തന്നു. എൻ്റെ കൂടെ ഒരു സായി സേവാതാളായിട്ട് ചെറുപ്പക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടാളും കൂടി നിന്നു. അപ്പൊ ഞാൻ ഭഗവാൻ ഇല്ലാത്തപ്പോ ഞാൻ ഉള്ളിൽ തീരുമാനിച്ചു, ഇവിടുത്തെ എല്ലാ ഓങ്കാരം മുതൽ എല്ലാ സംഗതിയും രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ കുളിച്ച് അതിലൊക്കെ പങ്കെടുത്ത് വളരെ കുറച്ചു മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ട് ഒരു വൃത്തത്തിൽ എന്ന മാതിരി ഞാൻ ഇരിക്കുക അവിടെ. ഭഗവാൻ വരുമ്പോ എന്താ ഭഗവാൻ ഭരണച്ചു ഭഗവാൻ ഒരു അവസരം തന്നാൽ അത് സ്വീകരിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. ഒരു 10-20 ദിവസത്തിന് ഭഗവാൻ വന്നില്ല. എന്റെ കാശൊക്കെ തീരാനായി തുടങ്ങി. എന്താ വേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം സ്വാമി വന്നു. അപ്പൊ സ്വാമി വന്നപ്പോ ഞാൻ എന്ത് ചെയ്തു, അന്നൊക്കെ രാവിലെ നേരത്തെ പോയിട്ട് വിരിച്ച് കഴിഞ്ഞിട്ട് അവിടെ റിസർവ് ചെയ്ത് പോയി പിന്നെ ക്യാൻറ്റീനിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു വരിക ചെയ്യും. അപ്പോഴൊക്കെയാണ് പിന്നെ സ്വാമി ദർശനത്തിനൊക്കെ വരുള്ളൂ. അപ്പൊ അന്ന് ഞാൻ നല്ലൊരു സ്ഥലമൊക്കെ നോക്കി വെച്ചു. സ്വാമിയോട് ചോദിക്കണമല്ലോ, അതാണല്ലോ ആഗ്രഹം. വെച്ചിട്ട് അന്ന് പോയി പ്രാഥമിക കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. അവിടെ ഇരുന്നു. സ്വാമി പുറത്തേക്ക് വന്നു. അവിടെ വലിയ വെയിലൊന്നുമില്ല. രാവിലെ എന്ത് വെയിലുണ്ടാവാനാ. സ്വാമി വെറുതെ പറഞ്ഞു അവിടെ ഇരിക്കുന്നവർക്ക് വെയിൽ വരും, അവരെടുത്ത് മാറ്റാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എൻ്റെ റിസർവേഷനും പോയി അവിടെ നിന്ന് തന്നെ മാറ്റിയിട്ട് ആ ഷെഡുകളുണ്ട്, ഇന്നും ആ ഷെഡുകളുണ്ട് അവിടെ, അതിന്റെ മുമ്പിലേക്ക് ഇരുത്താൻ പറഞ്ഞു. അവിടെ പോയിരുന്നു. സാധാരണ അങ്ങോട്ട് സ്വാമി വരികയില്ല. അങ്ങനെ വളരെ നിരാശനായിട്ട് എനിക്കിനി 1-2 ദിവസം കൊണ്ട് തിരിച്ചു പോയിട്ടില്ലെങ്കിൽ എൻ്റെ അടുത്ത് കാശുമില്ല, ഒന്നുമില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഞാൻ ഭഗവാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഭഗവാൻ അവിടെയൊക്കെ പോയിട്ട് ഞാനിരിക്കുന്ന ഭാഗത്തേക്ക് തന്നെ വരുന്നു. വന്നിട്ട് അവിടെ എൻ്റെ അടുത്തൊരു സായിപ്പാ. അപ്പൊ നേരെ സായിപ്പ് കഴിഞ്ഞാൽ ഞാനാ. അപ്പൊ എൻ്റെ മേലാണ് സ്വാമിയുടെ ഗൗൺ എൻ്റെ മേലെ ഇങ്ങനെ തട്ടി നിൽക്കുക. ഞാനൊരു ക്ഷമയോടും കാണിക്കാതെ മിണ്ടാതിരുന്നു. സ്വാമി എൻ്റെ അടുത്തേക്ക് തിരിയുക നാച്ചുറലി, അങ്ങനെയല്ല. അദ്ദേഹത്തിനോട് എന്തൊക്കെയോ ധ്യാനത്തിന്റെ കാര്യമൊക്കെ അദ്ദേഹം ചോദിച്ചു. അതെല്ലാം കഴിഞ്ഞു. ഇങ്ങോട്ട് തിരിയേണ്ട സ്വാമി ഒറ്റ തിരിയൽ ബാക്കിലേക്ക് എന്നെ നോക്കിയ പോലും ഇല്ല. എൻ്റെ ഉള്ളിൽ എന്തൊരു പെടച്ചില്, എനിക്കത് പറഞ്ഞ വാക്കുകളെ കൊണ്ട് പറയാൻ പറ്റില്ല. അത്രയ്ക്കുള്ളൊരു വേദന, ഹൃദയം പൊട്ടണം മാതിരി. ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ ഈ സ്വാമി നടന്നു കഴിഞ്ഞിരുന്നു. ഞാൻ അങ്ങനെ തന്നെ കടന്നിട്ട് ഇങ്ങനെ കൈ നീട്ടി സ്വാമിയുടെ മടമ്പിൽ കൈ കൊണ്ടു. ഉടനെ കണ്ടു സ്വാമി ഇങ്ങോട്ട് തിരിഞ്ഞു വളരെ ഗൗരവമായിട്ട് എൻ്റെ അടുത്തേക്ക്.
വന്നു. അപ്പൊ ഞാൻ എന്തിനാ അവിടെ പോയിരിക്കണമെന്ന് വെച്ചാൽ മൂരിയിൽ നമ്പീശൻ എന്ന് പറഞ്ഞിട്ട് ആയുർവേദത്തിലെ പ്രധാന ഡോക്ടർ ഉണ്ട്. അപ്പോഴേക്ക് ഞാൻ അലോപ്പതി മറ്റേ ഹോമിയോപ്പതി ഒക്കെ അങ്ങേയറ്റത്തെ എല്ലാം കഴിഞ്ഞിരിക്കണം, ഒന്നുകൊണ്ടും മാറാതെ. അപ്പൊ ഈ മൂരിയൻ നമ്പീശൻ എന്ന് പറഞ്ഞ അദ്ദേഹം എന്നോട് ധാര ചെയ്യണം എന്ന് പറഞ്ഞു. ധാര കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ട്രീറ്റ്മെന്റാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, എനിക്ക് എൻ്റെ ഒരു ഗുരു, എൻ്റെ ഈശ്വരനായിട്ട് ഞാൻ വിശ്വസിക്കുന്ന ഭഗവാൻ ഭാവിയോട് എനിക്ക് സമ്മതം ചോദിക്കണം. അദ്ദേഹം സമ്മതിച്ചു. അങ്ങനെ വന്നിരിക്കുകയാണ്. അതും എനിക്ക് ചോദിക്കണം, എന്നിട്ട് വേണം ട്രീറ്റ്മെന്റ് തുടങ്ങാൻ. സ്വാമി ഇങ്ങനെ അടുത്തു വന്നു. അപ്പോ ഞാൻ താടിയൊക്കെ ആയി, എൻ്റെ മുഖത്തൊന്നും മുഴുവൻ ഇത് വന്നിരിക്കുകയല്ലേ, ജുബ്ബ ഇട്ടിട്ടുണ്ട്. അല്ല ദേഹമൊന്നും പുറത്തേക്ക് കാണിച്ചാൽ ആൾക്കാരൊന്നും അടുത്തിരിക്കില്ല, അത്ര ബുദ്ധിമുട്ടിലാണ്. സ്വാമി എൻ്റെ അടുത്ത് വന്നു, എന്നെ ഇങ്ങനെ നല്ലോണം കെട്ടിപ്പിടിച്ചു. എന്നിട്ട് എന്നോട് ചോദിച്ചു എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സ്വാമി എനിക്ക് ഒരു ധാര ചെയ്യണം. മലയാളത്തിൽ പറഞ്ഞു. എന്നാ ധാര? അപ്പൊ എനിക്കറിയാം സ്വാമിക്ക് അറിയണതാണ്, ചോദിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ കഷായം ഉണ്ടാക്കിയിട്ട് തലയിൽ ഒഴിക്കുന്ന ആയുർവേദം. അതെ. അപ്പൊ എന്നോട് 2 വരി പറഞ്ഞു, എക്സ്റ്റേണലാ എന്നെ വേണമെങ്കിൽ പണിക്കോ, ഇന്റേണൽ ഇരിക്കലിയ ഒന്ന് സത്യം, അതേ കട്ടിയ പിടിച്ചുക്കോ, അത് താൻ എയിം ഓഫ് ലൈഫ്, അത് പിടിക്കാം. എതുക്കിന് ജന്മം, இந்த ஜென்மத்திலே அந்த கர்மத்தினால் ஆக்சலரேட் பண்ணித்தரேன், கொஞ்சம் പേഷ്യന്റ് ആയിരിക്കും. എന്നിട്ട് എനിക്ക് വിഭൂതി ഉണ്ടാക്കി സ്വാമീനെ വായിലിട്ട് വന്നു. എനിക്ക് നെറ്റിയിൽ ഒരു കുറി തന്നു. എനിക്ക് എന്താ ഉണ്ടായതെന്ന് ഞാൻ അറിയില്ല. എന്തോ ഒരു ആധ്യാത്മികമായ അനുഭൂതിയിൽ ഞാനങ്ങനെ മുഴുകി നിൽക്കുക. സ്വപ്നമാണോ അത് ഒന്നും അറിയില്ല. അത് പറഞ്ഞു പോയി. ഇതുകൊണ്ടൊന്നും സൂക്കടിന് ഒരു വ്യത്യാസം വന്നില്ല. ഇരട്ടിയായി. അത് ഞാൻ മരിക്കുമെന്ന അവസ്ഥയിലായി. ഡോക്ടർമാരൊക്കെ ഇയാൾക്ക് ഇനി ഒന്നുമില്ല, എക്സ്ഫോളിയേഷൻ പ്രോട്ടീനൊക്കെ പോയി, എല്ലാ ബോഡിയിലെ കണ്ടീഷൻസും തകരാറായി. നല്ല കാലത്തിന്, എൻ്റെ മഹാഭാഗ്യത്തിന്, എൻ്റെ ഭാര്യ പുറത്തേക്കൊന്നും കാണിക്കാതെ എന്നെ വളരെ ശുശ്രൂഷിച്ചുകൊണ്ട് ധൈര്യം തന്നുകൊണ്ട് കൂടെ നിന്നു. സാധാരണ രീതിയിൽ ഇങ്ങനത്തെ ഒരു സൂക്കടൊക്കെ കല്യാണം കഴിച്ച് കുറഞ്ഞ കാലം വന്നാൽ വിട്ടുപോകേണ്ട കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആ കല്യാണം കഴിച്ച ആളെ വിട്ടുപോകും, അത്രയ്ക്ക് ഒരു മോശം സൂക്കട. പക്ഷെ അവര് അവിടെ കാലത്രയായി, ഇവിടെ 20 കൊല്ലം 15 കൊല്ലം 20 കൊല്ലം ആവാനായി ഈ സൂക്കട് പിടിച്ചുകൊണ്ടിരിക്കും. അതിനിടയിലാണ് എനിക്ക് ബാങ്കിൽ ഒരു ജോലി കിട്ടിയത്. കോൺട്രാക്ട് ബേസിസിൽ ആദ്യം എടുത്തത്. ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആ ബാങ്കില് പിന്നെ ഞാൻ ടോപ്പ് പൊസിഷനിലെത്തി. അതും ഭഗവാന്റെ അനുഗ്രഹം തന്നെ, എൻ്റെ കാര്യം ഒന്നും. പക്ഷെ അപ്പോഴൊക്കെ എനിക്ക് സൂക്കടുണ്ട്. എങ്ങനെയെങ്കിലുമൊക്കെ പോവും, കുറെ ലീവ് എടുക്കും. പക്ഷെ ഈ സെക്യൂരിറ്റി പ്രവർത്തനം കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് വിടാതെ ബുദ്ധിമുട്ടിയിട്ട് ഞാൻ അത് ചെയ്തുകൊണ്ടേ ഇരുന്നിട്ടുണ്ട്, എൻ്റെ എല്ലാ വേദനകളും അടക്കി പിടിച്ചുകൊണ്ട്. അങ്ങനെ ഒരു ഘട്ടം എത്തിയപ്പോ, ഒരു ശിവരാത്രിയുടെ സമയം എത്തിയപ്പോ അവര് എനിക്ക് ഫിറ്റ്സ് വരാൻ തുടങ്ങി. നിൽക്കാൻ വയ്യാതെയായി, കിടപ്പിലായി. ഡോക്ടർമാരും ഒക്കെ വന്ന് പറഞ്ഞു, ഇനി രക്ഷയൊന്നുമില്ല, അത് വളരെ അഡ്വാൻസ്ഡ് ആയി പോയിരിക്കണം, മരിക്കുകയാണ് ഉള്ളൂന്ന് അവർ പറയണതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് ദേഹത്തിനാണ് തകരാറുള്ളൂ, എൻ്റെ മനസ്സ് വളരെ ശക്തിയിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ ഒരു ദിവസം രാവിലെ സുപ്രഭാതം ചെയ്തിട്ട് ഞാനൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ഭഗവാനെ, ഞാൻ ഭഗവാനോട് വളരെ എതിർപ്പായിട്ടുള്ള ആളായിരുന്നു. എന്നിട്ട് ഞാൻ വന്ന് ഭഗവാന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഞാൻ വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഭഗവാന്റെ കൂടെ അങ്ങേയറ്റത്തെ ഭക്തിയോടുകൂടി അങ്ങയെ സേവിച്ചുകൊണ്ടേയിരുന്നു ഞാൻ. പക്ഷെ എനിക്ക് ഇപ്പൊ ഞാൻ മരിക്കാൻ പോവാ. ഇതിന് മുമ്പെയൊക്കെ ഞാൻ അങ്ങയുടെ അടുത്ത് എൻ്റെ സൂക്കട് മാറണം എന്നാ പറഞ്ഞത്. ഇപ്പൊ ഞാൻ ആ പ്രാർത്ഥനയല്ല ഞാൻ അങ്ങോട്ട് ചെയ്യണം. ഞാനിപ്പോ ഭാഗവതത്തിലൊക്കെ ശ്രദ്ധിച്ചപ്പോ അന്തേ നാരായണ സ്മൃതി, അവസാനം എന്താണോ ഒരു ഭക്തൻ മരണത്തിന് മുമ്പേ ചിന്ത, ഭാവന, അതായിരിക്കും അയാളുടെ അടുത്ത ജന്മത്തിലെ അയാളുടെ രീതി, അയാൾ അതാവും എന്നാണ് നമ്മളെ ശാസ്ത്രങ്ങളൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഞാനിപ്പോ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഇന്ന് അല്ലെങ്കിൽ വളരെ അടുത്ത് തന്നെ ഇപ്പൊ മരിക്കും. അപ്പൊ എനിക്ക് എൻ്റെ അവസാന പ്രാർത്ഥനയാണ്, അങ്ങേ എനിക്ക് കാണണം മരിക്കുമ്പോൾ. എനിക്ക് സായിറാം സായിറാം എന്നുള്ള നാമം ചെല്ലണം. ഇല്ലെങ്കിൽ എനിക്ക് ഉറക്കെ പറയാനൊന്നും സാധിക്കായിരിക്കില്ല. പക്ഷെ എൻ്റെ ഉള്ളിൽ നിന്ന് ആ അവസാനത്തെ ശബ്ദത്തിൽ ഞാൻ പറയും, ഇത് ശരിയല്ല, ഇത് അവതാര സ്വരൂപമല്ല, ഇത് മാജിക് തന്നെയാണ് എന്നെനിക്ക് പറയേണ്ടി വരും ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചപ്പോ എൻ്റെ കട്ടിന്റെ മുകളിൽ ഒരാൾ വന്നിരുന്ന മാതിരി
അപ്പൊ ഞാൻ കൈകൊണ്ട് നീട്ടി ഇങ്ങനെ നോക്കിയപ്പോ സിൽക്ക് ഇതാണ് ഇതില് കാണുന്നത്. നോക്കിയപ്പോ ഭഗവാൻ ഇരിക്കുക. ഭഗവാൻ എന്നെ നോക്കി, നീ ഇപ്പൊ എന്താ നീ ചെയ്തത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ സുപ്രഭാതം ചൊല്ലിയായിരുന്നു സമയം. എനിക്ക് എന്താന്ന് അറിയില്ല, അങ്ങനെ അന്തം വിട്ടുപോയി. വല്ലാതെ ഒന്നും ചെയ്യാൻ അറിയാതിരിക്കുക. അപ്പോ സ്വാമി പറഞ്ഞ, അല്ല, നീ ഇപ്പൊ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചില്ലേ, യു ഹാവ് കംപ്ലീറ്റ്ലി സറണ്ടേർഡ് ടു മീ. എനിക്ക് നീ എല്ലാം അടിയറ വെച്ചു, മരണസമയത്ത് കൂടി അടിയറ വെച്ചു. ആണെങ്കിൽ എനിക്ക് വരാതിരിക്കാൻ പറ്റിയില്ല പറഞ്ഞ് ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോയില്ല. എത്രയോ സമയം വേണം, എനിക്കൊരു ധ്യാനം പഠിപ്പിച്ചു തന്നു. അതൊക്കെ അപ്പൊ എന്റെ ഉള്ളിൽ എന്താ, ഇത് ഭ്രമാണോ, എലൂസിനേഷൻ ആണോ, ഇതെങ്ങനെയാ, സത്യമാണോ? ഒരു ഇൻസിഗ്നിഫിക്കന്റ് ആയ ഒരു ശരാശരിക്കാരനായിട്ടുള്ള ഒരാള്, ഒരു പ്രശസ്തിയില്ല, ഒന്നുമില്ലാത്ത ഒരു സാധാരണക്കാരനായ എൻ്റെ അടുത്ത് ഭഗവാൻ ഈശ്വരാവതാരം വന്നിരിക്കുക. അതെങ്ങനെയാ? എന്റെ എന്തോ ഭ്രമായിരിക്കും എന്നാണ് എൻ്റെ തോന്നല്. പക്ഷെ അത് പറഞ്ഞു, ഭഗവാൻ പറഞ്ഞു, യുവർ ഡെത്ത് വാറന്റ് ക്യാൻസൽഡ്. നീ ഇനി ഇങ്ങനെ ആധ്യാത്മികമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പല പല ഡിസ്കോഴ്സുകളൊക്കെ നടത്തിക്കൊണ്ട് നീ പ്രശസ്തനായിട്ട് ഇങ്ങനെ വരും, എനിക്ക് വലിയ സന്തോഷമാവും. ഇതൊക്കെ അപ്പൊക്കെ എൻ്റെ വിചാരം ഇതൊക്കെ ഒരു തോന്നലാണെന്ന്. അത് കഴിഞ്ഞ് ഭഗവാൻ എൻ്റെ ശിരസിൽ കൈവച്ചിട്ട് ഭഗവാൻ അപ്രത്യക്ഷനായി. ഞാൻ എങ്ങനെ എൻ്റെ ഉള്ളിലത്. അപ്പൊ ഞാൻ ആദ്യകാലങ്ങളിലൊക്കെ ഭഗവാനെ വിമർശിച്ചിരുന്നത് ഇതെല്ലാം കൺകട്ടാണ്, മാജിക്കാണ്. അപ്പൊ എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ അതുണ്ടല്ലോ. അപ്പൊ എൻ്റെ ഉള്ളിൽ തോന്നി, ഇതൊക്കെ എലൂസിനേഷൻസ് ആയിരിക്കും. എനിക്ക് വളരെ മരണത്തിന്റെ സമയത്ത് എൻ്റെ ഉള്ളിൽ തോന്നിയിട്ടുള്ളതായ എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പ്രൊജക്ഷൻ ആയിരിക്കും ഇതൊക്കെ എന്നൊക്കെ ആണല്ലോ ഈ വലിയ സൈക്കോളജിസ്റ്റുകളൊക്കെ ഇതിനെപ്പറ്റി പറയുക. അങ്ങനെ വിചാരിച്ചു. ഏതായാലും ഇതിന് മനസ്സിൽ കണ്ടു. എനിക്ക് എപ്പോഴെങ്കിലും ഇതിന് അത് കഴിഞ്ഞ ശേഷം എൻ്റെ ഇത് പെട്ടെന്ന് അങ്ങോട്ട് മാറാൻ തുടങ്ങി. മാറാനെന്ന് പറഞ്ഞാൽ ആ എക്സ്പോളിയേഷൻ, ഇതെല്ലാം പൊളിഞ്ഞു പോണതൊക്കെ ഇല്ലാണ്ടായി. അപ്പൊ എനിക്ക് ആകെ ഒരു മരുന്നുള്ളൂ, ഗ്രീസ് പുരട്ടിയിട്ട് രാത്രി കിടക്കണം. ഇല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റാൽ ഒന്നും ഇങ്ങോട്ട് തിരിച്ചാൽ ഇവിടെ പൊട്ടും, ഒന്നും ഇങ്ങോട്ടായാൽ ഇവിടെ പൊട്ടും, പൊട്ടി അവിടെ വീണു, അവിടെ അത് സെപ്റ്റിക് ആവും, അവിടെ അത് പഴുക്കും, എല്ലാ ദിവസവും പനിക്കും, കഴല വരും. അങ്ങനെയൊക്കെയാണ് ആ കാലത്ത് എൻ്റെ സ്ഥിതി. അപ്പോ അങ്ങനെ ഇത് സ്വാമി ഇത് വേണ്ട ശേഷം അതൊക്കെ ഇങ്ങനെ പോവാൻ തുടങ്ങി. പക്ഷെ ഒരു വയലറ്റ് കളറായി, സ്കിന്നിൻ്റെതല്ല, തെർമോസ്റ്റാറ്റ് എഫക്റ്റ് ഒന്നും ആയിട്ടില്ല. ആ സമയത്താണ് നിങ്ങളൊക്കെ പലരും അറിയുന്നതായ നാരായണൻകുട്ടി, ഇന്ന് അദ്ദേഹം ഇല്ല, യശസ്വരി നാരായണൻകുട്ടി ഭഗവാൻ ഊട്ടിയിൽ വന്നു ഒരു ബസ് കൊണ്ടുപോകുന്നുണ്ട്. നാരായണൻകുട്ടിക്ക് എൻ്റെ സൂക്കറിനെ പറ്റി നല്ലോണം അറിയാം. ഞാൻ പറഞ്ഞു, നാരായണൻകുട്ടി എനിക്കൊന്ന് വരണം ബസ്സിൽ. അയ്യോ, ഞാൻ ഉണ്ണിയെ കൊണ്ടുപോയില്ല, കാരണം എവിടെ ഊട്ടിക്ക് പോവേ, ഈ സൂക്കട് വെച്ചിട്ടോ, അത് പറ്റില്ല. ഞാൻ പറഞ്ഞു, അയ്യോ നിങ്ങൾ മരിച്ചാലൊന്നുമില്ല, എന്നെ കൊണ്ടുപോകണം പ്ലീസ്, എനിക്കൊന്ന് സ്വാമിയോട് ഒരു കാര്യം ചോദിക്കണം. അതിനാണ് എന്നാ വൈഫിനെ കൂട്ടു എന്ന് പറഞ്ഞു. നല്ലോണം ബ്ലാങ്കറ്റ് ഒക്കെ എടുത്തോളൂ പറഞ്ഞു. ഞങ്ങള് രാവിലെ അവിടെ എത്തും, വൈകുന്നേരത്തെയും ദർശനം കഴിഞ്ഞിട്ട് തിരിച്ചു പോരാന്ന. അങ്ങനെ ഞാനൊക്കെ വൈഫും കൂടി പോയി. പോണ വഴിക്ക് ഞങ്ങൾക്ക് ബസ്സിന് ടയർ പഞ്ചർ കൂടി. അവിടെ എത്തുമ്പോൾ ഫുള്ള് ആളിരുന്ന് കഴിഞ്ഞു, ഒരു സ്ഥലമില്ല അവിടെ. ഞാനിങ്ങനെ അതിലേയും ഇതിലേയും നടന്നു നോക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു അടുത്ത് കിട്ടണ്ടേ, ഭഗവാൻ വരുമ്പോ ഒന്ന് സംസാരിക്കാനൊക്കെ വേണമെങ്കിൽ. അപ്പോ എവിടെയെങ്കിലും ഒരു മുമ്പിലോ രണ്ടു വരി എങ്കിലും കിട്ടണ്ടേ. എൻ്റെ ഉള്ളിൽ ഇതാണല്ലോ, ഇതും ചോദിക്കണമല്ലോ, എനിക്കൊരു കൺഫർമേഷൻ കിട്ടണമല്ലോ. അങ്ങനെ നോക്കുമ്പോ എന്നെ ഇങ്ങനെ ഉണ്ണി വിളിക്കണ്ട. നോക്കുമ്പോ കോഴിക്കോട്ടെ പ്രമുഖ സർജനായിരുന്ന ഡോക്ടർ നന്ദകുമാറും ഞാൻ ഭഗവാന്റെ പുട്ടപരുത്തി കൊണ്ടുപോയിട്ട് ഭക്തനാക്കിയിട്ടുള്ള മുഹമ്മദ് കോയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺട്രാക്ടറും രണ്ടാളും മുമ്പിലിരിക്കുന്നു. അപ്പൊ ഡോക്ടർ ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്ന് ചോദിച്ചു, ഈ ഇതൊക്കെ വെച്ചിട്ട് എന്തിനാ അങ്ങോട്ട് വന്നത്, ഊട്ടിയിലേക്ക് ഈ തണുപ്പത്തേക്ക്? ഡോക്ടറോട് ചോദിച്ചിട്ടാണോ വന്നത്? അല്ല ഡോക്ടറെ, എനിക്കൊരു കാര്യം ഭഗവാനെ കണ്ടിട്ട് ചോദിക്കാനുണ്ട്, അതുകൊണ്ടാണ് വന്നത്. ഡോക്ടർ ഇപ്പൊ അതിനെപ്പറ്റി ഒന്നും ഡിസ്കസ് ചെയ്യണ്ടാവാം. അപ്പൊ ഡോക്ടർ പറഞ്ഞ ഒരു കാര്യം ചെയ്യൂ, ഞങ്ങൾ ഇടയിൽ ഇരുന്നോളൂ. ആ ഫ്രണ്ടില് അവരിടയിൽ ഞാൻ ഇരുന്നു. എനിക്ക് അങ്ങോട്ട് തണുത്തിട്ട് ഇപ്പൊ മരിക്കും എന്നുള്ള അവസ്ഥയായി. കാരണം തെർമോസ്റ്റാറ്റ് എഫക്റ്റ് ഇല്ലാത്ത സ്കിന്നല്ലേ. ഞാൻ ഈ തല ഇങ്ങനെ മുട്ടിന്റെ മുകളിൽ വെച്ചത് എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഇവരെന്നെ കുലുക്കി വിളിക്കുക. ഇവർ കുലുക്കി വിളിക്കുമ്പോ എന്റെ നേരെ മുമ്പിൽ കണ്ണു തുറന്നപ്പോ ഭഗവാനെ കണ്ടപ്പോ ഉറക്കം ഇങ്ങോട്ട് കരഞ്ഞു. അങ്ങനെ ഇത് ഉറക്ക കരഞ്ഞപ്പോ ഭഗവാൻ അടുത്തു വന്നിട്ട് പറഞ്ഞു, കരയല്ലേ പറഞ്ഞു. കരയാതിരുന്നു. അപ്പൊ സ്വാമി എന്നോട് ചോദിച്ചു, ഉനക്ക് ഇനിയും സന്ദേഹമാ? ഞാൻ താ ഉന്നെ ഇന്ത വാട്ടി കാപ്പാത്തിയാച്ചു. ഞാൻ നിന്നെ അടുത്ത് വന്നതാണ്, ഞാൻ തന്നെയാണ് വന്നത്.
നിങ്ങൾക്ക് എന്തിനാ സംശയം? ഞാനാണ് ഇപ്പൊ മാറ്റിയത്. அந்த ഡേഞ്ചറസ് മെഡിസിൻസ് എല്ലാം സ്റ്റോപ്പ് പണി. നീ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുക. നിനക്ക് ഇനി ഒന്നും വരില്ല, നീ വളരെ ഗംഭീരമായിട്ട് ഇനി മുന്നോട്ട് പോകും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചിട്ട് തിരിച്ചു വന്ന് ഇപ്പോ നിങ്ങളുടെ മുമ്പിൽ ഇതൊക്കെ പറയാനായിട്ട് ഇന്ന് ഈ 80ാമത്തെ വയസ്സിൽ ഇന്നും ഞാൻ ഭഗവാന് വേണ്ടി എവിടെ വിളിച്ചാലും ഓടിപ്പോകുന്ന എന്നോട് ഈ ലോകത്തിലുള്ള മുഴുവൻ സൃഷ്ടികളും ഒരുമിച്ച് നിന്നിട്ട് ഭഗവാൻ സത്യസായി ബാബ ഈശ്വരനല്ല എന്ന് പറഞ്ഞാൽ ഞാൻ കേൾക്കുവോ? ഞാൻ അവരോട് എതിരിടില്ലേ? ഭഗവാൻ ബാബ ഈശ്വരനാണ്, 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 അതിന് സംശയമില്ലല്ലോ. ആ രീതിയിലാണ് ഞാൻ എൻ്റെ ജീവിതം. എത്ര സ്ഥലങ്ങളിൽ നിന്ന് അനന്യശ്ചിന്തയന്തോ മാം യേ ജനാം പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം എന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുള്ള ഭഗവാൻ ഏതവസരത്തിലും ഈ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് എൻ്റെ ഭഗവാനെ എന്ന് വിളിച്ചാൽ അവിടെ ഓടിയെത്തുന്ന ഭഗവാൻ. ഇവിടെ കൂടിയവരോടൊക്കെ ഞാൻ പറയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എവിടെ വെച്ചിട്ടും ആ ഭഗവാനെ വിളിച്ചിട്ട് എൻ്റെ ഭഗവാനെ എന്ന് ഉള്ളിത്തട്ടി ഒരു വിളി വിളിച്ചാൽ അവിടെ എത്തിയിട്ട് സ്വാന്തനപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അന്ന് നിങ്ങൾ പറഞ്ഞോളൂ ഈ ഭഗവാൻ ബാബ ശരി ഈശ്വരനല്ല എന്ന്. പൂർണ്ണമായിട്ടുള്ള ശരി കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് ഭാഗവതം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും ഉത്കൃഷ്ടമായ രീതിയിൽ 8 ഐശ്വര്യങ്ങളും ചതുർവ്യൂഹങ്ങളും 16 കലകളും 6 ഭഗങ്ങളും എല്ലാം ഹോൾസെയിലായിട്ട് കാണിച്ചു തന്നിട്ടുള്ള ഭഗവാൻ ബാബ പൂർണ്ണ അവതാരമാണ്, പൂർണ്ണ ഈശ്വരനാണ്, പൂർണ്ണ അവതാരമാണ്, എന്തിനു സാധിക്കുന്ന സൃഷ്ടിസ്ഥിതി സംഹാരകനാണെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത അവസരത്തില് എനിക്ക് കിട്ടുകയാണെങ്കിൽ എനിക്കുള്ള വേറെയുള്ള ചില മഹിമകളും ഞാൻ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനെ എല്ലാവരും അനുഗ്രഹിക്കണേ, എല്ലാവർക്കും സുഖം കൊടുക്കണേ, ശാന്തി കൊടുക്കണേ, സമാധാനം കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് നിർത്തട്ടെ. ഈ അവസരം തന്ന മാഡത്തിനോട് എൻ്റെ സിസ്റ്ററോട് എല്ലാം നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കട്ടെ. ഭജന അറിയില്ല, എനിക്ക് വേണ്ടി ആരെങ്കിലും ഭജന ചെയ്യണം. ഓക്കെ സൈറാം. ആദ്യം ഭഗവാന്റെ ഒരു ഇതുണ്ട്, പ്രഭാഷണം ഉണ്ട്. ഓക്കെ റംസായിട്ടോളൂ കണ്ണാ. സ്റ്റാർട്ട് 8 മിനിറ്റ്. സ്ക്രീൻ കാണുന്നുണ്ടോ? കേക്കാം. మీరు ఎక్కడ పోయినప్పటికీ నేను వెంట ఉన్నాను. You may go anywhere, Bhagavan is with you. మీకు ఏ విధమైనటువంటి బాధలు వచ్చినా నేను చూసుకుంటాను. Bhagavan will take care of all your difficulties. ధైర్యంతో దైవం యొక్క భావమును మీరు అభివృద్ధి పరచుకొని సేవల్లో పాల్గొనండి. With all the courage and divine thoughts to serve the society. కొన్ని నష్టములైనా కూడా పర్వాలేదు, మీరు సహించుకొని సేవలు మానుకోకుండా ఉండండి. You may suffer certain losses but never give up service. హ్యాపీ ఏది హ్యాపీ? We say happiness. What is that happiness? జీవితంలో ఏది హ్యాపీ లేదు. Nothing is happy in this world. అప్పటికప్పటికి వస్తుంది, అప్పటికప్పుడు పో. అంత పాసింగ్ క్లౌడ్స్. Things come then and there itself and they pass on. కానీ పర్మనెంట్ అనేటువంటి హ్యాపీ ఒక దైవత్వంతో మాత్రమే ఉంటుండాలి. The permanent happiness is with God only. ఇది హార్ట్ టు హార్ట్, లవ్ టు లవ్. It is a connection heart to heart, love to love. ఇదే మీరు పెంచుకోవాలి. This you should develop. ఇది మీ యొక్క నిజమైనటువంటి యొక్క భక్తి ప్రపత్తులకు సరైన నిదర్శనము. This is the true proof of your devotion and sincerity. స్వామి యొక్క ఆశీర్వాదములు అమితంగా ఉంటున్నాయి. మీరు సుఖంగా, శాంతిగా, ఆనందంగా భక్తి ప్రపత్తులతో జీవించి దేశానికి సరైనటువంటి యొక్క సేవలు చేయాలని నేను ఆశీర్వదిస్తూ నా ప్రసంగం వివరిస్తున్నాను. You have Bhagavan's blessings in abundance. Bhagavan wants you to lead a peaceful, happy, blissful life and grow in sincerity, devotion and steadfastness and brings his divine discourse to a close. ഭജന ആദിദേവ് പാടും. ഞാൻ പാടിക്കോളാം. അല്ല, ആദിദേവ് പാടും. साई है जीवन जीवन सत्य साई, साई है जीवन जीवन सत्य साई,
साई मेरा जीवन सहारा, साई मेरा जीवन सहारा, साई है जीवन जीवन सत्य साई, तेरे बिना साई सब है अंधेरा, तेरे बिना साई सब है अंधेरा, पार करो मेरे जीवन नैया, पार करो मेरे जीवन नैया, चरण लगा लो मुझे साई कन्हैया, चरण लगा लो मुझे साई कन्हैया, साई है जीवन जीवन सत्य साई, साई मेरा जीवन सहारा, साई मेरा जीवन सहारा, साई है जीवन जीवन सत्य साई, तेरे बिना साई सब है अंधेरा, पार करो मेरे जीवन नैया, चरण लगा लो मुझे साई कन्हैया, चरण लगा लो मुझे साई कन्हैया, साई है जीवन जीवन सत्य साई। साई राम. സായി ഉപമ. മോട്ടോർ സൈക്കിൾ, അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. മ്യൂട്ടായി പോയി, സോറി സാരാം, മ്യൂട്ടായി പോയി, ഒന്ന് അൺമ്യൂട്ട് ചെയ്യുമോ സാരം? എന്റെ മ്യൂട്ടായി പോയിരിക്കുക. സലാമാമിന്റെ ഫോൺ മ്യൂട്ടായി പോയി. ആന്റി അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുമോ സാരാം? ആന്റി നിങ്ങളൊന്ന് അൺമ്യൂട്ട് ചെയ്യണമായിരുന്നു. വത്സലാന്റി അൺമ്യൂട്ടും ചെയ്യണമായിരുന്നു. പ്രമീള, വത്സലാന്റി ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് സംസാരിക്കുവോ? എന്തൊരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടല്ലോ. ശാന്തി മന്ത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. ലക്ഷ്മണ മാഷെ ഉണ്ട്, ഞാനുണ്ട്. സമസ്ത ലോക സുഖിനോ ഭവന്തു, സമസ്ത ലോക സുഖിനോ ഭവന്തു, സമസ്ത ലോക സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും സായിരാം, സായിരാം, സായിരാം. സ്റ്റേറ്റ് പ്രസിഡന്റാണ്. 22-ാം തീയതി സ്റ്റേറ്റ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ സാറാണ്. 23-ാം തീയതി മൂന്തൻ സാറാണ്. സായിരാം. 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 സായിരാം.